അനീഷിനെ ഷാനവാസ് യൂസ് ചെയ്യുന്നു. കാരണം ലാലേട്ടൻ. അനീഷ് ഇങ്ങനെയാകാൻ കാരണം ലാലേട്ടൻ. കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കോമൺ ആയിട്ട് വന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടപെട്ട മത്സരാർത്ഥിയാണ് അനീഷ്. അനീഷ് വന്ന സമയത്ത് അനീഷിനെ എല്ലാവരും വെറുത്തതാണ്. പക്ഷെ അനീഷ് നല്ലൊരു ജെനുവിനായ മത്സരാർത്ഥിയാണ്. ഒറ്റയ്ക്ക് ഗ്രൂപ്പും ഇല്ല, ഗ്രൂപ്പീസും ഇല്ല, നിന്ന ഒരു മത്സരാർത്ഥിയാണ്. അങ്ങനെയാണ് ഷാനവാസുള്ള ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഷാനവാസിനെ ഇച്ചിരി അകത്ത് നിൽക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ലാലേട്ടൻ വന്ന് ആരെങ്കിലുമായിട്ട് ഒരാളുമായിട്ടെങ്കിലും അനീഷായി കൂട്ടുകൂട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണ് അനീഷ് ഷാനവാസുമായിട്ട് അടുത്തത്. പിന്നെ നെവിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഷാനവാസിൻ്റെ കൂടെ ഉറച്ചു നിന്നത് അനീഷാണ്. പക്ഷെ പല ആളുകളും കമന്റ് ഇടുന്ന കണ്ടു, അനീഷ് ഷാനവാസ് ചതിക്കുമായിരുന്നു, കാരണം ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും ഷാനവാസ് അനീഷിനെ ചതിച്ചിട്ടില്ല. പലപ്പോഴും ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഷാനവാസിന്റെ ആയിട്ട് ഗ്രൂപ്പ് ചേർന്നത് ആളുകൾക്കിടയിൽ അനീഷിന് കുറച്ച് സ്ഥാനം പുറകോട്ട് പോയി. വേറെ ഒന്നുമല്ല, ഗ്രൂപ്പും ഇല്ല, ഗ്രൂപ്പീസും ഇല്ല, ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയായിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ്. അനീഷിന് അങ്ങനെയായിരുന്നു കൂടുതൽ സപ്പോർട്ടും പിന്തുണയൊക്കെ വന്നത്. മറ്റുള്ള മത്സരാർത്ഥികളെ പോലെ ദേഷ്യം വരുമ്പോൾ വായിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് തോന്നുന്നതൊന്നും വിളിച്ചു പറയൊന്നുമില്ല. പുള്ളി ഒരു നിയന്ത്രണത്തിലൂടെയാണ് പുള്ളിയുടെ സംസാരിയെ. അങ്ങനെ ജനങ്ങളൊക്കെ ഇഷ്ടം. പക്ഷെ ഷാനവാസായിട്ട് കൂട്ടുകെട്ട് പല ആളുകൾക്കും ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷെ ഒരിക്കലും ഷാനവാസ് അനീഷിനെ ചതിച്ചിട്ടില്ല. പല ആളുകളും കമന്റ് ഇടുന്ന കണ്ടു, ഷാനവാസ് അനീഷിനെ ചതിച്ചു, കാരണം ലാലേട്ടൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, ഇച്ചിരി ആക്റ്റീവായിട്ട് വേറെയുള്ളവർ കുറച്ച് സൗഹൃദങ്ങളൊക്കെ വേണ്ട എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അല്ലാതെ പുള്ളി ഇന്നെ ഷാനവാസിന്റെ കൂടെ കൂട്, അല്ലെ അനുവിന്റെ കൂടെ കൂട് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊന്നും നമ്മൾ പറയാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ആരുടെയെങ്കിലും ഒരാളോട്ട് കൂട്ടുകൂടട്ടെ, അവർക്ക് എന്തെങ്കിലും സംസാരിക്കട്ടെ എന്നും കണ്ടായിരിക്കും ലാലേട്ടൻ പറഞ്ഞത്. അത് ലാലേട്ടനാണ് കാരണം, അല്ലെങ്കിൽ ഷാനവാസ് പുറകെ നിന്ന് ചതിക്കുക, അല്ലെ ഷാനവാസ് കാരണം അനീഷിന്റെ, അങ്ങനെയൊന്നുമല്ല. അത് അനീഷിന് തോന്നണമല്ലോ. അനീഷ് ഷാനവാസ് നല്ല വ്യക്തിയെന്ന് തോന്നിയോണ്ടായിരിക്കും അനീഷ് കൂടുതൽ അടുത്തത്. ഇതിപ്പം നമ്മൾക്ക് നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആ വ്യക്തിക്ക് വോട്ട് ചെയ്യുക. ഇപ്പൊ അനീഷും ഷാനവാസും നല്ലതായിട്ട് അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. ടോപ്പിൽ 5 വരാൻ സാധ്യതയുള്ള 2 മത്സരാർത്ഥികളുണ്ട്. ഇവരുടെ കോമ്പോയും സൗഹൃദങ്ങളൊക്കെ പുറത്ത് ഭയങ്കര ചർച്ചാ വിഷയമാണ്. പിന്നെ ആളുകൾ പറയുന്നുണ്ട് ഷാനവാസ് കോംബോ പിടിക്കാൻ നോക്കുവാണ്. എന്ത് കോംബോയാണ് പിടിക്കുന്നത്? പുള്ളിയോടെ നന്നായിട്ട് ഗെയിം കളിക്കുകയാണ് ചെയ്യുന്നത്. ലാലേട്ടൻ വേറൊന്നും കണ്ട് പറഞ്ഞതല്ലേ. ലാലേട്ടൻ പറഞ്ഞത് നമുക്ക് അവിടെ ആരെങ്കിലും ഒരു ഫ്രണ്ട്സ്, നമുക്കിപ്പം അവിടെ ബിഗ് ബോസ് അല്ലേ, ഇപ്പം ഏതെങ്കിലും ഒരു ഫ്രണ്ട്സുമായിട്ട് വേണ്ടെന്ന് കൊണ്ടാണ് ലാലേട്ടൻ അനീഷിനോട് പറഞ്ഞത്. പക്ഷെ അനീഷ് ഇഷ്ടപ്പെട്ട ഷാനവാസിനെയാണ്. അത്ര മത്സരാർത്ഥികളുണ്ടായിട്ട് ഷാനവാസ് ഉള്ള കോംബോ ആയിട്ട് ഒരുപാട് ഹിറ്റായതാണ്. അത് ഷാനവാസ് അനീഷിനെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഷാനവാസ് ഇത് കാരണമാണ് എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അപ്പോൾ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവെക്കുക. താങ്ക് യു ഓൾ, ബൈ.